സ്നേഹം. രൂഢമൂലമായ ഈശ്വര വിശ്വാസത്തിൽ നിന്നും ജന്മമെടുക്കുന്ന ക്രൈസ്തവ പുണ്യമാണ് സ്നേഹം. മരണത്തോട് വെക്കുന്ന സ്നേഹം കൊണ്ട് പരമീസ തീർക്കുന്ന ഈ സ്നേഹകൂടാരങ്ങൾ ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. അഭിമാന പുരസ്സരം സെന്റ് പീറ്റേഴ്സ് കൂട്ടായ്മ അവതരിപ്പിക്കുന്നു മാനസാന്തരം. ഈ കൊണ്ടാണത് നമ്മൾ എവിടെ കൂടി വെച്ചിരിക്കുകയാണ്. സമയത്തൊന്നും ഒന്നും കിട്ടില്ല. ഓ കിട്ടി പഠിച്ചാണ് നല്ല പോത്തുണ്ടോ? അയ്യോ ഇതാണ് അച്ഛനാണോ? ചോദിച്ചാൽ നമ്മൾ മാറിപ്പോയതാണ്. പ്രായമായില്ലേ, അവന് പിടിക്കുന്നില്ല. കരച്ചുവിട്ടാലെ വിളിച്ച് അച്ഛനെ കിട്ടും. എന്തൊരു കഷ്ടമാണ്. വർക്കിച്ചാണ് നല്ല പോത്തുണ്ടോടാ? എന്നാ വരെയാടാ നിശ്ചയോ? തോമസ് പിള്ളേരിന്ന് വരികയാണ്. ആ ഒന്ന് ആഘോഷിച്ചേക്കാൻ മേടിച്ച് നല്ല പോത്താണെങ്കിലേ ഒരു 4 കൊടുത്തു വിട്ടാരെ പൈസ ഞാൻ എത്തിച്ചേക്കാം. ഇതാരായി രാവിലെ തന്നെ? അയ്യോ നിനക്ക് എന്നാ പറ്റിയത്? പറയണ്ട, പള്ളിയുടെ മുറ്റത്ത് ഇന്നത്തോട്ടല്ലേ. മഴ കാരണം അവിടെ മൊത്തം വയൽ പിടിച്ച് കിടക്കുക. അവിടെ എന്റെ കാലത്ത് തെന്നി. എന്നിട്ട് നിനക്ക് വല്ലതും പറ്റിയോടി? ദൈവം സഹായിച്ച് ഞാൻ നടുവിച്ച് വീണില്ല. അതൊക്കെ പോട്ടെ, ലക്ഷ്മി ഇതുവരെ വന്നില്ലേ? ചൂട് വെള്ളം പിടിക്കണമെങ്കിൽ ഞാൻ വരാം. വേണ്ടന്നേ, ഞാൻ കുറച്ച് കുഴപ്പെടുത്ത് തയ്ച്ചോളാം. വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ. നമ്മുടെ മോൻ വിളിച്ചായിരുന്നു. അവൻ എവിടെ എത്തിയോ ആവും. അവൻ അല്ലെങ്കിൽ എന്നെ ഒന്നും പിടിക്കത്തില്ലല്ലോ. നിന്നോടല്ലേ വിളിയും പറച്ചിലും. എന്തിനാണ് നിങ്ങൾ എപ്പോഴും അതൊക്കെ പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നത്? അവനൊരു തെറ്റ് സംഭവിച്ചു പോയി. അതിനിങ്ങനെ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തണം. ഓ കുറ്റപ്പെട്ടതല്ലേ, നമുക്ക് ഒറ്റ മോനല്ലേ ഉള്ളൂ. എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാതെ കുറിച്ച്. എന്നിട്ട് പുതിയ തലമുറയിലെ പിള്ളേരാകുമ്പോൾ അവർക്ക് എപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ? നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാമെന്നേ. അല്ലാതെ നമ്മളിൽ ഒരാൾക്കാരത്തിനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒക്കെ തോമസിനെ മരിച്ചിട്ട് 4 ദിവസം ഇങ്ങനെ നാട് വരുന്നത് മക്കളൊക്കെ പുറത്താണ്. അവർക്ക് ഇതൊക്കെ ആർക്കും മരിച്ചത് കൂടുതൽ അറിഞ്ഞില്ല. കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോയതാ ചേച്ചി. എന്ത് പറ്റി? പനി വല്ലതാണോ? ഇന്നലെ വീണ്ടും വീട്ടിൽ വന്നു ചേച്ചി. എന്തായാലും തല്ലുന്നത് കണ്ട് കൊച്ചു പോയി അയാളെ പിടിച്ചു. അയാളെ ഞാൻ ചവിട്ടി. കൊച്ചു തെറിച്ചു പോയി. എന്റെ കൊച്ചിന്റെ കൈനിരൽ ഒഴിഞ്ഞു പോയി ചേച്ചി. എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത്. നിനക്ക് അവനെതിരെ ഒരു കേസ് കൊടുത്തുകൂടെ? എനിക്ക് പേടിയാ ചേച്ചി. ആരാ എനിക്കുള്ളത്? അയാൾ എന്റെ കൊച്ചിനെ കൊന്നുകളെ. ലക്ഷ്മി വിഷമിക്കാതെ, ഞാൻ മക്കളോട് പറയാം. അവരെന്തേലും ഒരു വഴി കാണും. ചേച്ചി എനിക്കൊരു സഹായം ചെയ്യാമോ? സിസ്റ്ററിനോട് പറഞ്ഞ് എന്റെ കൊച്ചിനെ അവരുടെ അനാഥാലയത്തിൽ ചേർക്കാമോ? ഇങ്ങനെ കിടന്ന് നരകിക്കുന്നതിലും ഭേദം പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. ലക്ഷ്മി ചെല്ലേ, അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ വിളിക്കൂ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. എന്നാ പറ്റിയ അവൻ പ്രശ്നമാണ്. പാവം കഴിന. ആ കൊച്ചിനെ കൊണ്ട് അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ? അവൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ലക്ഷ്മിക്ക് കൊടുത്ത് ആസ്പത്രിയിൽ ചേരാണെന്ന് പറഞ്ഞാൽ മതി. വർദ്ധിച്ചല്ല പറഞ്ഞ പോലെ 4 കിലോ കിടിലം പോത്ത്. ആ പാവച്ചനോ? എടാ നീ ഇപ്പൊ മീനത്തി പോത്തിച്ചോളായോ? ഓ മീനത്ത് പറയാൻ നിർത്താൻ പറ്റുമോ ചായ? ഇത് ഞായറാഴ്ച മാത്രമേ പോത്തുള്ളൂ.
അപ്പൊ പിന്നെ പള്ളിപ്പൊക്കെ മുടങ്ങത്തില്ലല്ലോ. നിങ്ങൾ എന്തായാലും ഭാഗ്യമുള്ളവൻ അച്ഛാ. എന്നാത്തിന്റെ കുറവാ. ഇവിടുത്തെ മോനാണെങ്കിൽ നല്ല ജോലി, ഒരു മോളാണെങ്കിലോ കന്യാസ്ത്രീ. ജീവിതാഘോഷം ഇനി എന്ത് വേണം? ഒരു കണക്കിന് പൈസ വന്നാളിരിക്കുന്ന ആളാണ് അല്ലാതെ. എന്തൊക്കെ പറഞ്ഞാലും പൈസക്ക് പൈസ തന്നെ വേണം പഠിച്ചതാ. ആ നാളെ നല്ല മീൻ വരുന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുവന്നേരെ. നല്ല അച്ഛാ, നല്ല കുട്ടനാടൻ കരിമീൻ തന്നെ തന്നേക്കാം. ഓ കൊണ്ടുപോലെ പിള്ളേർക്ക് വരുവാനല്ലേ കുറച്ച് നല്ല മീനായിക്കോട്ടെ. എന്നാ വർഗിച്ചതാ, ഞാനൊന്ന് പോയേക്കുവാ. പിന്നെ തോമസുടിച്ചിട്ട് വരുമ്പോ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയണേ. എല്ലാമേ എടിയാ പിച്ചാത്തിക്കണല്ലേ, ഞാനെന്റെ വാടകയെ വിളിക്കുന്നു വരട്ടെ. കൊച്ചിക്ക് നമുക്ക് സദ്യ കൊടുക്കാം. എല്ലാവർക്കും അത് വേണ്ടി സന്തോഷമായി. അവിടെ വളർന്ന പിള്ളേരല്ലേ, അവര് വാഴയിലൊന്നും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പിള്ളേർക്കത് ഇഷ്ടമല്ലെങ്കിൽ അവന് വലിയ ഇഷ്ടമാണ്. നിനക്ക് ഓർമ്മയില്ലേ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഉത്സവത്തിന് വേണ്ടി അവൻ വാശി പിടിച്ചത്? എന്നാൽ വേഗം വെട്ടിക്കൊണ്ട് പോയോ? ആ പിന്നെ പപ്പടം തീർന്നു പോയി, അതുകൂടി കൊണ്ടുവരണേ. എന്നാൽ ശരി എന്നാമേ, ഞാൻ വെട്ടിക്കൊണ്ടുവരാം. ആ പിന്നെ ലക്ഷ്മി നേരത്തെ മേടിച്ചിട്ട് പിന്നെ അവൻ വിളിച്ചായിരുന്നോ? ഇല്ല, നിങ്ങൾ വന്ന് ചോറ് കഴിക്കേ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ, അവര് വന്നോളൂ. വേണ്ടടി, അവർ മുതൽ അവരുടെ കൂടെ കഴിക്കാമെന്നേ. എത്ര നാളായി പിള്ളേരുടെ ആഹാരം കഴിച്ചത്. അതിനെ ഞാൻ നേരിട്ട് തരാം. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെങ്ങാനാണോ? അവനാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, നിങ്ങൾ മുഖം വിപ്പിച്ചോണ്ടിരിക്കാതെ അവനോട് അവളോട് മിണ്ടണം കേട്ടോ. പിള്ളേരെ കാണാൻ കൊതിയാകുന്നു. ലക്ഷ്മിയോട് കുടിക്കാൻ പറ്റുന്ന എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വരാം. ആ മോനെ, നീ എത്തിയാടാ? അവിടെ പിള്ളേരൊക്കെ എന്ത് ചെയ്യും? അവർക്ക് ലീവ് കിട്ടിയില്ല. അവളില്ലാത്തതുകൊണ്ട് പിള്ളേരും വന്നില്ല. പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല. അവർക്ക് ഇവിടുന്ന് പിടിക്കില്ലെന്ന്. എന്നാലും കഷ്ടമായി പോയി. സാരമില്ല, മോൻ വന്ന് ചോറ് കഴിക്കും. ഞാൻ വരുന്ന വഴി പുറത്തുനിന്ന് കഴിച്ചു. സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉറക്കം ശരിയാക്കി. ഞാൻ കിടക്കട്ടെ. അല്ലാമേ വിളമ്പി വെച്ച് വന്നിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല രസപ്പെട്ടു. എനിക്ക് വേണ്ടിയത് എന്റെ മാതാവേ, അവനെന്നാ പറ്റും? എന്താ ഇങ്ങനെ? അല്ലാമേ മക്കൾ വലുതായാൽ അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കത്തില്ലേ. അതാ ഇപ്പോഴത്തെ കാലം. ബൈബിളിൽ ഒരു കഥ പറഞ്ഞാണ് അമ്മേ. വിളിച്ചത് വരാതിരുന്നപ്പോൾ വിളിക്കപ്പെടാത്തവരെ കൂടെ എത്തി വിരുന്ന് കൊടുത്ത കഥ. നീ അവിടെ പോയി പാത്രം എടുത്ത് വെക്കേ. ഒന്നില്ല, 3. അവൻ കഴിച്ചെന്നല്ലേ പറഞ്ഞത്, പിന്നെ ആർക്കാ ഇത്? 3 വേണം. അവളെയും കൂടെ വിളിക്കേ. ആ ലക്ഷ്മിയെ ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു. മോളോ? അയ്യോ ലിസമോളെ, നീ വന്നോ? എനിക്കെന്നെ എന്റെ വീട്ടിൽ വന്നോളെ. കർത്താവ് വെട്ടിച്ചു കൊടുത്തെങ്കിലും ഇത് എന്റെ വീടല്ലേ. എവിടെ ഒരു ചേട്ടൻ? നേരിട്ട് കണ്ടാലെങ്കിലും ഓർമ്മ ഉണ്ടാവോ ആവോ? അതൊന്നും പറയണ്ട മോളെ. അവരെല്ലാവരും കൂടി വരുമെന്ന് പറഞ്ഞിട്ട് ചാച്ചൻ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരുക്കമാ. വലിയ സന്തോഷമായിരുന്നു. പക്ഷേ അവൻ മാത്രമേ വന്നുള്ളൂ. അവൻ പഴയതുപോലെ ഒന്നുമല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എവിടെ? ഞാൻ ചോദിക്കാലോ. മോളെ, അവൻ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. മോളെ, ശരിക്കും അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആ പ്രശ്നം കാരണം ചിലപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനല്ല മോളെ, എനിക്കെന്തോ പേടിയാവുന്നു. അതൊക്കെ പോട്ടെ,
മോള് വല്ലതും കഴിച്ചോ? അത് കൊള്ളാം. ഇവിടെ അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയിട്ടാ മണത്തിലെ ഫീസ്റ്റ് പോലും കൂടാതെ ഞാൻ വന്നത്. നല്ല വിശപ്പ്, എന്നോട്ട് കഴിക്കാൻ. ഒന്നും പറയണ്ട മോളെ. ഉണ്ടാക്കി വെച്ചതൊന്നും ആരും കഴിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അതെല്ലാം എടുത്ത് ലക്ഷ്മിക്ക് കൊടുത്തു. പാവം, അവളുടെ കൊച്ചിന്റെ കൈയാൻ തല്ലി ഒടിച്ചു. മോളുടെ ഓപ്പണേജിൽ എന്നാണോ ആ കൊച്ചിനെ ചേർക്കാൻ പറ്റുമോ? അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ എനിക്ക് കഴിക്കാൻ തന്നെയുള്ളേ. നീ വാ, നമുക്കുള്ളത് കഴിക്കാം. ഹലോ, അതെ, ആ ഇടത്തോട്ട് ഇനിയിപ്പോ 4ാമത്തെ വീടാ. ആ നീല പെയിന്റ്. അതെ, അത് തന്നെ. അകത്തേക്ക് പോകുന്നു. ആഹാ, ചേട്ടൻ വന്നോ? ആളാണ് മാറിപ്പോയല്ലോ. നിന്റെ വക്കീൽ പണിക്ക് എങ്ങനെ പോകുന്നു? അത് പാസ്സായെന്നല്ലേ ഉള്ളൂ. പിള്ളേരോടാ എപ്പോഴും. ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കേസൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ പണി. ഇപ്പോ അച്ഛന്മാർക്ക് അന്വേഷണമാക്കും. ഇതാണല്ലോ പണി. ചേട്ടൻ എന്നെ അങ്ങനൊക്കെ പറയണേ. നേരത്തെ പള്ളിയിൽ നിന്ന് അങ്ങനത്തെ ആളായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും തട്ടിപ്പാണ്. അന്ന് അങ്ങനെ പറഞ്ഞു. പള്ളി വെച്ച് കല്യാണം നടത്താൻ എല്ലാരും പറഞ്ഞാലും. അതെ, ഓരോരുത്തരുടെ സ്വന്തം കാര്യം വേണം, എങ്കിലും മനസ്സിലാവും. ചേട്ടൻ എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതുവരെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. നീ ആദ്യം പോയി ക്രിസ്ത്യാനികളെ നന്നാക്കാൻ നോക്ക്. ഇങ്ങോട്ട് വേണ്ട. അയന ചേട്ടൻ ക്രിസ്ത്യാനിയല്ലേ? ഇപ്പൊ അല്ലെന്നതിനെ കൂട്ടിക്കോ. നീ എന്നെ വർത്തമാനമാണോ ഈ പറയുന്നത്? വായി തോന്നുന്നതെല്ലാം വിളിച്ചു വന്ന് ദൈവദോഷം വരുത്തി വെക്കരുത്. ഓ പിന്നെ, ദൈവദോഷം. മിണ്ടാതിരി, ആര് വരുന്നുണ്ട്? ആ രജിസ്റ്റർ ഓഫീസിൽ നിന്നാ ഈ സാറ് പറഞ്ഞിട്ട് വന്നതാ. ഇതെന്താ രജിസ്റ്റർ ഇവിടെ? നീ എന്താ എന്തോ വല്ല കച്ചവടം തുടങ്ങുന്നുണ്ടോ? വയസ്സാകാലത്ത് നിങ്ങളുടെ മഴ മാറി ഉള്ളതിന് കൂടെ വല്ല അനാഥകൾക്ക് എഴുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു മുൻകരുതലെടുത്തതാ. ചേട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്? നിനക്കെന്നാണോ അവളെ കിട്ടിയപ്പോ നിന്റെ വീടും നഷ്ടപ്പെട്ടോ? വെളിവ് നഷ്ടപ്പെട്ടതേ നിങ്ങൾക്കാ. ഇവിടെ കയറി ഇറങ്ങുന്നതേ ഇവിടുത്തെ മൊത്തം തട്ടിയെടുക്കാറില്ലേ? നിർത്തമാണ് ജഹാല്. ഇത് അവിടെ കൂടെ വീടാ. അവരോട് വേറെ വീട് തീരുമാനിക്കുന്നത് നീയില്ല, ഞാനാ ഈ വാട്ടിച്ചത്. ഇനി ഞാൻ ഇവിടെ വരുന്നതാണ് പ്രശ്നം. ഞാൻ പോയേക്കാം. ശാസ്ത്രമുണ്ടെങ്കിൽ എന്നെ കാണാൻ തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് വയ്ക്കണം. മോളെ, നീ എവിടെ പോവുക? നീ അവർക്ക് എവിടെ പോകട്ടെ. പിന്നെ കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ എതിർത്തു. അതെന്നാണ് അവർക്ക് ഒരു പേരറിയാത്ത അവൾ നിന്റെ ജീവൻ നശിപ്പിക്കുമെന്ന് അങ്ങനെ തന്നെയാ അന്ന് ഞാൻ എതിർത്തത്. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? അവളെ തന്നെ രേശമാരി ചെയ്ത് അവളെ കൊണ്ട് നാടൻ വിട്ടു. ഇതെല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ് എന്റെ സത്യദേവന്. ഇല്ല മോളെ, ഇനി ഇത് പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. കളിച്ചപ്പോഴുള്ള ആദ്യത്തോട് തന്നെയാണ് ഞാൻ വന്നത്. ഇവന്റെ ജോലിയും പോയി, എല്ലാം പോയി. ഇവനേക്ക് ചവളും പിള്ളേരും പോകരി. എന്നിട്ട് സ്വത്ത് വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ മോനെ? ചേട്ടൻ നമ്മളോടെങ്കിലും പറയാം. മോനെ, ഇത്രയും കാലം നീ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു അല്ലേ? എന്തിനാ മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? അവർ നമ്മളെ ഒന്നും വേണ്ടടി. അങ്ങനെ വേണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളോട് ഇനി ചെയ്യില്ലായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്ത് മനസ്സിലാക്കാൻ? ഓരോ തവണ ഫോൺ വയ്ക്കുമ്പോഴും എന്നെ ഒന്ന് അന്വേഷിക്കുമെന്നെങ്കിൽ ഞാൻ കരുതി. ഇല്ല മോളെ, മോൾക്കറിയാമോ, പ്രായമാകുമ്പോൾ അപ്പന്മാർ തുടിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ശബ്ദം തന്റെ മക്കളുടെ സ്നേഹമുള്ള വിളിയാണ്. അതുപോലും എനിക്ക് തന്നില്ല മോളെ. ചേച്ചി, എന്താ ചേച്ചി? എഴുന്നേറ്റ് ചേച്ചി. അയ്യോ സിസ്റ്റർ, ചേച്ചി. അമ്മേ, അമ്മേ. ചാച്ച, എനിക്ക് മിക്കവാറും നാളെ പോകേണ്ടി വരും. ചാച്ചൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും.
ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനൊരു ലക്ഷ്മിയുടെ കൊച്ചുകൊണ്ട് ഇവിടെ നിന്ന് താമസിക്കാൻ പറയട്ടെ, അത് ചാച്ചനൊരു സഹായമാവുമല്ലോ. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോളത് സമ്മതിക്കണം. എന്നാ ചാച്ചാ? തോമസ് കുട്ടിയും അവൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാനും അവളും കൂടി തൊടുപുഴയിൽ 6 ഏക്കർ സ്ഥലം മേടിച്ചിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. മോളെ, ആ 5 ഏക്കർ സ്ഥലം എൻ്റെ അനാഥരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചു. ബാക്കി 1 ഏക്കർ ഇത്രയും ഞാൻ ഞങ്ങളെ നോക്കിയ ലക്ഷ്മിക്കും അവൻ്റെ മകനും ബാക്കി എന്ന് വെച്ചാൽ അവരെ എടുത്തോട്ടെ. ചാച്ചന് ഇല്ലെങ്കിൽ മനസ്സ് ചേട്ടാക്കി കിട്ടാൻ പോകില്ല. സ്നേഹം അത് മാത്രം നമുക്ക് പിടിച്ചു കാണാൻ പറ്റില്ല മോളെ. ശരിയാ ചാച്ചാ, അത് നമുക്ക് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹം കൂടി മോൾക്ക് സാധിച്ചു തരണം. എന്നാ ചാച്ചാ? നിങ്ങളുടെ അനാഥമാർഗത്തിൽ എനിക്ക് മുടി തരാമോ മോളെ? അവളില്ലാതെ ഇവിടെ ഞാൻ ഒറ്റക്കായി പോയത് പോലെ. വന്നിട്ടുണ്ടല്ലോ ചാച്ചാ. താനാണോ? എവിടെ എപ്പോഴേണ്ടത്? ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്താൽ മതി. പിന്നെ ഫീസ് എത്ര പറഞ്ഞാൽ ഞാൻ തന്നേക്കാം. ശരി വർഗീസ് ചേട്ടാ, പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം. ചാച്ചാ, ഇത് ചേട്ടാ വന്നിട്ടുണ്ട്. അവനോ? അവൻ എന്തിനാ? ചേട്ടൻ കയറി വാ. ചാച്ച, എന്തിനാണ് വന്നത്? നീ ചോദിച്ചതെല്ലാം നിന്റെ വഴി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ചാച്ചനോട് ക്ഷമിക്കണം. കടമാക്കി മടുത്തപ്പോൾ ഞാൻ എന്നെ ചിന്തിച്ചു പോയി. അത് പറഞ്ഞുകൊണ്ട് കാര്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ നീ ഇതുവരെ തിരിച്ചു പോയില്ലേ? ഇല്ല ദശ, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. മോനെ തോമസൂരി, നീയാണ് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയത്. ഞങ്ങളെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചാച്ചൻ വീട്ടിലേക്ക് വരണം. വരില്ലേ ഞാൻ പറയില്ല മോനെ. പക്ഷേ ഇപ്പോൾ നിന്റെ വീടാണ്. നീയുടെ പുതിയ ജീവിതം തുടങ്ങി കഴിയുമ്പോൾ ഞാൻ തനിയെ വന്നേക്കാം. മോനെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ഇടവഴിയിൽ കുമ്പസാരിച്ചിട്ട് പോകണം. നീ മാറ്റി പോകുന്ന വാശി പിടിച്ച് പോയി ഞാൻ എതിർത്തു. കാരണം നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുവാൻ നഷ്ടപ്പെടുന്ന കരുതി. ഇന്നാണ് നിന്റെ വീടിന്റെ മഹത്വം ഞാൻ മനസ്സിലാകുന്നത്. ഒരു കന്യാസിയുടെ മാതാപിതാവിച്ചത് ഒരു പുണ്യം തന്നെയാണ്. ചാച്ചാ, ഈശ്വരൻ സ്തുതിയായിരിക്കണം. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.